السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم فسماه محمدا. اللهم صل وسلم وزد وبارك عليه. പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്നും പരിശുദ്ധമാക്കപ്പെട്ട സഫർ മാസത്തിലെ അഹ്ലുസുഫയുടെ ഈ സംഗമം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ മജ്ലിസ് അഹ്ലുസുഫയിലെ അംഗങ്ങളായിട്ടുള്ള ഓരോരുത്തരുടെയും ഭവനങ്ങളിലേക്ക്, ഓരോരുത്തരുടെയും ആത്മാവുകളിലേക്ക്, ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക്, ഓരോരുത്തരുടെയും നിയ്യത്തുകളിലേക്ക്, ഓരോരുത്തരുടെയും സകല കാര്യങ്ങളിലേക്കും ഈ മജ്ലിസ് വലിയ നേട്ടമുള്ളതും സ്വീകാര്യമായതുമായ മജ്ലിസാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. ഏറെ നാളുകളായി ആഗ്രഹിച്ചൊരു കാര്യമാണ്. മദീനയെ വല്ലാതെ പ്രണയിച്ചുകൊണ്ട് മൈൽ ദൂരങ്ങളിലിരുന്നു കൊണ്ട്, വളരെ വിദൂരത്തിരുന്നു കൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമാക്കപ്പെട്ട മദീന മുനവ്വറ എന്ന നാടിനെ ഹൃദയത്തെ ചേർത്തു പിടിച്ചുകൊണ്ട് ഏതെല്ലാം രൂപത്തിൽ മദീനയെ പ്രണയിക്കാൻ കഴിയുമോ ആ രൂപത്തിലെല്ലാം ഹബീബരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ചുകൊണ്ട് അത് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഘം തന്നെയാണ് അഹ്ലുസുഫ. അൽഹംദുലില്ലാഹ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സന്തോഷത്തിന് വേണ്ടിയും തൃപ്തിക്ക് വേണ്ടിയുമാണ് ഇങ്ങനെ ഒരു മജ്ലിസ് തുടക്കം കുറിക്കണമെന്ന് ആഗ്രഹിച്ചു. അൽഹംദുലില്ലാഹ്. ഏറെ നാളുകളായി ആഗ്രഹിച്ചത് പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിൽ തന്നെ തുടക്കം കുറിക്കാനായല്ലോ എന്ന സന്തോഷം അതിലേറെയുണ്ട്. വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരു മജ്ലിസ് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇത് രണ്ടാമത്തെ മാസമായ സഫർ മാസത്തിലാണ് നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്നത്. വിരലിലെണ്ണാവുന്ന വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഇതിലംഗമായിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. വിദൂരത്തിരിക്കുകയാണെങ്കിൽ പോലും പരിശുദ്ധ മദീനയിലിരിക്കുന്ന അതേ ഫീലിംഗ് അല്ലാഹു അഹ്ലുസുഫയിലുള്ള ഓരോരുത്തർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി ഇങ്ങനെ ഒരു മജ്ലിസ് നടത്തുന്നു എന്നതിലുപരി അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് എപ്പോഴും മസ്ജിദുൻ നബവിയുടെ പല കോണുകളിലും എപ്പോഴും എത്തിപ്പെടുമ്പോൾ, അതും പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളിലാണെങ്കിലും പവിത്രതയേറിയ സ്ഥലങ്ങളിൽ പോലും ചെന്നെത്തുമ്പോൾ അഹ്ലുസുഫക്കാർക്കു വേണ്ടി പ്രത്യേകം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്തോഷവും കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അഹ്ലുസുഫയിൽ അംഗമായിക്കൊണ്ട് പരിശുദ്ധ മദീന മുനവ്വറയുടെ സേവകരായിട്ടുള്ള ഓരോരുത്തരുടെയും പേര് പവിത്രമായ സ്ഥലത്ത്, ദുആക്ക് ഇജാബത്ത് ലഭിക്കുമെന്നുറപ്പുള്ള സ്ഥലത്ത്, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വന്ന സ്ഥലം ഉഹദിൽ വെച്ചും, അതുപോലെ തന്നെ മസ്ജിദുൽ ഹറമിൻ്റെ ഉള്ളിലുള്ള പലയിടങ്ങളിലും പ്രത്യേകമാക്കപ്പെട്ട തൂണുകൾക്ക് മുന്നിൽ വെച്ചുമൊക്കെ സദാസമയം ദുആ ചെയ്യുമ്പോൾ ദുന്യവിയായ ദുആയിനേക്കാളും മുൻഗണന നൽകേണ്ടത്
ഉഖ്റവിയായ കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ. ഈ ദുനിയാവിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കഴിഞ്ഞു പോകും. പക്ഷേ ആഖിറത്തിലേക്കുള്ള കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ, അതിന് നമുക്ക് യഥാർത്ഥ വാതിൽ മുട്ടാൻ പറ്റിയത് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് മാത്രമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രവർത്തനങ്ങളും നമ്മുടെ അമലുകളും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കിക്കണ്ട് സന്തോഷിക്കട്ടെ എന്നുകൂടി ഞാൻ ആമുഖമായി ദുആ ചെയ്യുകയാണ്. സാധുക്കളായ നമുക്ക് സാമ്പത്തികപരമായി നമുക്ക് വലിയ സ്രോതസ്സുകളൊന്നുമില്ല. മദീനയെ വല്ലാതെ സ്നേഹിച്ച് ഒരുപാട് കാലം മദീനയിൽ വസിക്കണമെന്നൊക്കെ സ്വപ്നങ്ങളുണ്ടെങ്കിലും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നോക്കുമ്പോൾ നമുക്കതിന് സാധിക്കുകയില്ല. ഒരു തവണയെങ്കിലും മദീനയിൽ വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നവരാണ് ഈ കൂട്ടത്തിൽ പലരും മദീന കണ്ടിട്ടില്ല, പക്ഷേ അവരുടെ ഹൃദയങ്ങളിൽ മദീനയുണ്ട്. എന്നാൽ ചിലർ വന്നിട്ടുണ്ട്, അവർക്ക് ഇനിയും വരണമെന്ന ആഗ്രഹം. അതിനർത്ഥം മദീനയോടുള്ള സ്നേഹം കണ്ടപ്പോൾ വീണ്ടും കൂടുകയാണ്. വന്നാലും വന്നിട്ടില്ലെങ്കിലും നമ്മുടെ ലക്ഷ്യസ്ഥാനം എപ്പോഴും ഖൽബിൽ മദീനയായിരിക്കണം. നമ്മൾ ഇന്നു കിടന്നുറങ്ങിയാൽ നാളെ എഴുന്നേൽക്കുമെന്ന് നമുക്ക് ഉറപ്പില്ലാത്ത സമയമാണ്, സാഹചര്യമാണ്. നമ്മുടെ റൂഹങ്ങ് പിരിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് മലായിക്കത്തീങ്ങളാണ്, നമ്മുടെ നേതാവായ മുത്തുനബി തങ്ങളാണ്. ഇവിടെ നമുക്ക് ഈ മഹത്തുക്കളുമായിട്ടുള്ള ബന്ധമില്ലെങ്കിൽ പിന്നെ നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയണമെന്നില്ല. ഈ സ്നേഹവും ഈ പ്രകടനവും ദുന്യവിയായി നമ്മൾ നെട്ടോട്ടമോടുന്ന സമയത്തും ഹബീബായ മുത്തുനബി തങ്ങളോടുള്ള തിരുമഹബത്തിനെ ഊട്ടി ഉറപ്പിക്കാനുള്ള പരിശ്രമം അത് ഈ അഹ്ലുസുഫയിലൂടെ വിജയകരമാകട്ടെ എന്ന് കൂട്ടത്തിൽ ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമ്മളൊക്കെ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. അതിനുവേണ്ടി കൂട്ടായ്മകൾ പടുത്തുയർത്തി ഒരുമിച്ചിരുന്ന് ഹൽക്കകളായും ഓൺലൈനുകളായുമൊക്കെ നമ്മുടെ ശരീരത്തെ മെച്ചപ്പെടുത്തിയെടുക്കുന്നു, ആത്മാവിനെ മെച്ചപ്പെടുത്തിയെടുക്കുന്നു, പാകപ്പെടുത്തിയെടുക്കുന്നു. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾക്കും തിരക്കുകൾക്കും ഇടയിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളത് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹമാണ്, ബറക്കത്താണ്. തീർച്ചയായും അതൊന്നും നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാത്ത വലിയ സമ്പത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അമലുകൾ നമുക്കിങ്ങനെയുള്ള സംഘങ്ങളിലൂടെ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ ഞാൻ പറയുന്നു, നമുക്ക് ആത്മീയ കാര്യങ്ങൾ വേണം, തിരുമഹബത്ത് വേണം. എന്നാൽ ഇത്തിബാഅ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയോടുള്ള പ്രണയം നമ്മുടെ ആസ്വാദനം മാത്രമല്ല, നമുക്ക് ആസ്വദിക്കാൻ കഴിയാത്ത ത്യാഗപൂർണമായ, നമ്മുടെ തലയിൽ നിന്നും ശരീരത്തിൽ നിന്നും വിയർത്തൊലിക്കും രൂപത്തിലുള്ള ചില കഠിനാധ്വാനം, അത് അല്ലാഹുവിങ്കൽ വലിയ സ്വീകാര്യമായ അമലാണ്. നമ്മുടെ വീട് വൃത്തിയാക്കലും വീട് ശുദ്ധീകരിക്കലും നമ്മുടെ ഭർത്താവിനോടുള്ള കടമയും മക്കളോടുള്ള കടമയും അയൽപ്പക്കക്കാരോടുള്ള കടമകളും കടപ്പാടും നമ്മുടെ ശരീരത്തോടുള്ള കടമയും കടപ്പാടും ഇതൊക്കെ ചെയ്യുന്നതിൽ നമ്മൾ വളരെ പിന്നോക്കമാണ്. അതിൽ ഒന്നാമത് തന്നെ എടുത്തു പറയേണ്ടത് ഭർത്താവിനെക്കുറിച്ചാണ്. അവരോടുള്ള കടമ നമ്മൾ വീട്ടിയാൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്വീകാര്യമുള്ളവരായി മാറും. മക്കളുടെ കാര്യവും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ചില കാര്യങ്ങൾ കൊണ്ട് ചില സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാതെ കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ഡിപ്രഷനാകും. ഒരിക്കലും അരുത്. സാഹചര്യങ്ങളാണ്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച സമയത്തായിരിക്കും നമ്മുടെ ഭർത്താവ് കാരണം, നമ്മുടെ മക്കൾ കാരണം, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ കാരണം ചില അമലുകൾ തടസ്സപ്പെടുന്നെങ്കിലും ദുഃഖിക്കേണ്ടതില്ല. പടച്ചവനെ, ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഇബാദത്ത്, മജാലിസുകൾ അല്ലെങ്കിൽ വലിയ സൽക്കർമ്മങ്ങൾ എനിക്ക് ഇന്ന കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. എന്നാലും അൽഹംദുലില്ലാഹ് എനിക്ക് തന്ന വലിയൊരു അമാനത്താണ്, സൂക്ഷിപ്പ് സ്വത്താണ് എൻ്റെ ഭർത്താവ്. എൻ്റെ ഭർത്താവ് രോഗിയായതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടോ ഞാൻ ഉദ്ദേശിച്ച അമല് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാലും നീ എനിക്ക് അമാനത്തായി തന്ന ഭർത്താവിന് വേണ്ടിയല്ലേ, അതിൽ ഞാൻ തൃപ്തനാണ് എന്ന് മനസ്സിലാഗ്രഹിച്ചാൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച അമലിൻ്റെ പ്രതിഫലമടക്കം അള്ളാഹു നിങ്ങൾക്ക് തരുമ്പോൾ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹീതമായ
കാര്യങ്ങളാണ്. അള്ളാഹു നമുക്ക് ഭംഗിയുള്ള ശരീരം നൽകി, ആരോഗ്യമുള്ള കൈകാലുകൾ നൽകി, കണ്ണുകൾ നൽകി, നമ്മുടെ ശരീരത്തിന് നമുക്ക് എന്തെല്ലാം തന്നു അതെല്ലാം അനുഗ്രഹീതമാണ്. സ്ഫുടമായ സംസാരം, ചിലർക്ക് വിക്ക് പോലുള്ള സംസാരങ്ങൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. മന്ദബുദ്ധികളായ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കൈകാലുകൾ വൈകല്യമുള്ളവരെ കാണിച്ചു തന്നിട്ടുണ്ട്. ജന്മനാ സംസാരശേഷി നഷ്ടപ്പെട്ടവരെയും കണ്ണ് കാണാത്തവരെയും ചെവി കേൾക്കാത്തവരെയും ഒക്കെ കാണിച്ചു തന്നിട്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നു. എങ്ങനെ പരീക്ഷിക്കുന്നു? നിനക്ക് ഞാനെല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അള്ളാഹു നൽകിയ ഒരു അമാനത്താണ്, സൂക്ഷിപ്പ് സ്വത്താണ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും. ആ അവയവങ്ങളെല്ലാം റബ്ബിൻ്റെ മുമ്പിൽ 5 നേരവും നമ്മൾ അടിയറക്കേണ്ടതുണ്ട്, സുജൂദിലായി കിടക്കേണ്ടതുണ്ട്. ആ കാര്യത്തിലൊക്കെ നമ്മൾ പരിപൂർണരായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് കഴിഞ്ഞാലുള്ള മറ്റു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്താണ്? ഇബാദത്തിൻ്റെ കാര്യത്തിൽ മടി വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക. എന്താണ് ചിന്തിക്കേണ്ടത്? പടച്ചവനെ, ഞാൻ എൻ്റെ ശരീരത്തെ എൻ്റെ ഹവന്നഫ്സിന് വിട്ടുകൊടുക്കാതെ നീ എനിക്ക് തന്ന അനുഗ്രഹം, എൻ്റെ മുമ്പിൽ പലതും കാണിക്കുമ്പോൾ ഞാൻ ചിന്തിക്കണം, പടച്ചവനെ, നിനക്ക് എന്നെ ആ രൂപത്തിലാക്കാമായിരുന്നു, പക്ഷേ നീ എനിക്ക് സർവ്വതും തന്നു. അപ്പോൾ നിനക്ക് ശുക്ർ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തടിമയാണ് റബ്ബേ എന്ന ഒരു ബോധം നമുക്ക് വേണം. അതോടൊപ്പം നമുക്ക് നൽകിയ ഭർത്താവാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ഭർത്താവിൻ്റെ മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാം അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹീതമായ സൂക്ഷിപ്പ് സ്വത്താണ്. നമ്മൾ അഹ്ലുസുഫയിലൂടെ കടന്നു പോകുമ്പോൾ ചില അറിവുകൾ നമ്മുടെ ഹൃദയത്തിൽ വേണം. നമ്മളൊരു കപ്പലിലൂടെ യാത്ര ചെയ്യുകയാണ്. അതും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള അഹ്ലുസുഫ എന്ന കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏതാനും ചില അറിവുകൾ ഓരോ മാസവും നമ്മൾ അറിഞ്ഞിരിക്കുകയും പഠിച്ചിരിക്കുകയും അതിലൂടെ നമ്മുടെ ഈമാനിനെ ഊട്ടിയുറപ്പിക്കുകയും വേണം. അഹ്ലുസുഫക്കാരായ നിങ്ങൾ ഓരോരുത്തരും തഖ്വയുള്ളവരായി മാറണം, വറഇൻ്റെ ഉടമകളാകണം, മുഹബ്ബത്തുർ റസൂലിൻ്റെ അഹ്ലുകാരായി മാറണം, സൂക്ഷ്മതയുള്ളവരാവണം. പണ്ഡിത സാദാത്യങ്ങളെ, നമ്മുടെ പ്രാസ്ഥാനിക നേതാക്കന്മാരെ സ്നേഹിച്ചും ബഹുമാനിച്ചും അവർക്ക് വേണ്ടി ദുആ ചെയ്തും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തുമുള്ള ഒരു ഒതുങ്ങിക്കൂടിയ ഒരു ജീവിതത്തിൻ്റെ കുറുകാരായി മാറണം. അല്ലാഹു നമ്മുടെ സ്വതക്കകളുടെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ ധാരാളം ബറക്കത്ത് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ സംസാരിക്കുന്നത് എവിടെ വെച്ചാണ്? ഹബീബായ മുത്തുനബി തങ്ങളുടെ ചാരത്ത് വെച്ചല്ലേ സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളെ പലരെയും അറിയില്ല, പക്ഷേ എൻ്റെ ഒരു കഠിന പ്രയത്നം കൊണ്ട് ഞാൻ കണ്ടെത്തിയ മനോഹരമായ ഒരു വഴിയാണ് മദീനയിലെ പാവങ്ങളായ ആളുകൾക്ക് ഖിദ്മ ചെയ്യുക, അതിലൂടെ മുത്തുനബി തങ്ങളെ പൊരുത്തം ലഭിക്കുക. മദീനയുടെ അഹ്ലുകാരായി ഓരം പറ്റി ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എനിക്കും മാത്രം കിട്ടിയാൽ പോരല്ലോ, എനിക്ക് വേണ്ടപ്പെട്ടവരിലേക്കും ഇതെത്തിച്ചു കൊടുക്കണം എന്ന ആഗ്രഹത്തോടുകൂടി നിങ്ങൾ ഓരോരുത്തരെയും ഇതിലേക്ക് കൂട്ടുമ്പോൾ നിങ്ങളുടെ നല്ല നല്ല മനസ്സുകൾ കൊണ്ട് നിങ്ങൾ പരിശുദ്ധ മദീനയിലേക്ക് നൽകുന്ന ഓരോ ഹദിയകളും അർഹിക്കപ്പെടുന്നവരുടെ കരങ്ങളിലെത്തുമ്പോൾ അവരുടെ ആത്മാർത്ഥമായ ദുആ സദാസമയം അള്ളാഹുവും അവൻ്റെ മലക്കുകളും സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരു നേരം കയ്യൊന്ന് ഉയർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ദുആ അഹ്ലുസുഫയിലൂടെ നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ വലിയൊരു ഖൈറാത്ത് പരിശുദ്ധ മദീന മുനവ്വറയിൽ വെച്ച് നടത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നു എന്നുള്ളത്. അതിൻ്റെ ക്രെഡിറ്റൊന്നും എനിക്കുള്ളതല്ല, അതും നബിക്കുള്ളതാണ്. യാ റസൂലല്ലാ, ഞാൻ എന്ത് നന്മ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു അവസരം യാ റസൂലല്ലാ ഞങ്ങൾക്ക് ലഭിക്കുന്നത്? ഇനിയും ഞങ്ങൾക്ക് മദീനയെ സ്നേഹിച്ച് മദീനയെ ചേർത്ത് പിടിക്കാൻ കഴിയണമെന്ന ആഗ്രഹത്തോടു കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് അഹ്ലുസുഫയിലൂടെ തുടർന്ന് മുന്നോട്ട് പോകണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ ഹബീബരായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം വരികയാണ്. പ്രിയപ്പെട്ടവരെ, പല ചോദ്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടാവാം, ഉണ്ടാകാതിരിക്കാം. ഉണ്ടെങ്കിലും ഇല്ലേലും
നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂർവികരായ മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചു തന്നതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർ പഠിപ്പിച്ചു തന്ന കാണിച്ചു തന്ന നമ്മുടെ മഹല്ലുകളിലൊക്കെ നടന്നു പോരുന്ന ശൈലിയൊക്കെ നമുക്കറിയാമല്ലോ. അതൊക്കെ നമ്മൾ വർത്തിച്ചുകൊണ്ട് മനോഹരമായ രൂപത്തിൽ പരിശുദ്ധ റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്, നമ്മുടെ ബാധ്യതയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റബീഉൽ അവ്വൽ 1 മുതലല്ല അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. നമ്മൾ മുത്തുനബിക്ക് വേണ്ടി എന്ന ഉദ്ദേശത്തോടുകൂടി നിങ്ങൾ ഒരു ചുവടെങ്കിലും കാല് വെച്ചാൽ ആ ചുവടിൻ്റെ ഇടയിലുള്ള ദൈർഘ്യം എത്രയാണോ അത് വലിയ പ്രതിഫലമായി മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ഹസനത്തുകൾ എഴുതപ്പെടും. അതുകൊണ്ട് നിങ്ങൾ വീട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം. എന്തിനു വേണ്ടി? എൻ്റെ ഹബീബായ മുത്തുനബി തങ്ങളുടെ മാസം വരികയാണ് എന്ന ഉദ്ദേശത്തോടുകൂടി വീടിൻ്റെ അകത്തിൻ്റെ അകവും എന്ന് പറഞ്ഞാൽ അരമാരകളും എല്ലാം വൃത്തിയാക്കി കട്ടിലിൻ്റെ അടികളും അതുപോലെ മാറാലകളെല്ലാം നീക്കി സുഗന്ധദ്രവ്യങ്ങളെല്ലാം തളിച്ചുകൊണ്ട് വീടും മുറ്റവും എല്ലാം റോഡുമൊക്കെ നമ്മൾ വൃത്തിയാക്കാനുള്ള പരിശ്രമം നടത്തണം. എത്രത്തോളം ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം വരാത്തതായി കണ്ടപ്പോൾ അത് മനസ്സിലാക്കിയതെന്താണ്? ഒരു മൃഗത്തിൻ്റെ രൂപമുള്ള ഒരു പരവതാനി മുത്തുനബി തങ്ങളുള്ള പ്രദേശത്തായി കണ്ടതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന് അങ്ങോട്ട് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്ന, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മാസമായതുകൊണ്ട് ഈ മാസത്തിൽ നമ്മുടെ വീട് ശുദ്ധിയാകണം, ഖൽബ് ശുദ്ധിയാകണം. എന്തെങ്കിലുമൊക്കെ അലങ്കോലമായി കിടക്കുന്നതെല്ലാം വൃത്തിയാക്കിയാൽ അവിടെ പ്രത്യേകമാക്കപ്പെട്ട റബീഉൽ അവ്വലിൽ നമ്മിലേക്ക് ഇറങ്ങുന്ന മലക്കുകൾ നമ്മുടെ വീടിനും സഹവാസമുണ്ടാകും. നമ്മൾ ചൊല്ലുന്നതും പറയുന്നതെല്ലാം നേരിട്ട് മുത്തുനബിയിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ നമ്മൾ റബീഉൽ അവ്വലിൽ ഒരുങ്ങുന്ന ഒരുക്കം തീർച്ചയായും മലക്കുകളെ സന്തോഷിപ്പിക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് എന്താണ്? സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്തിൽ പറയുന്നത് എന്താണ്? ഇന്നല്ലാഹ, അല്ലാഹു പറയുന്നു, ഞാനും വമലായികതഹു, എൻ്റെ മാലാകമാരും യുസല്ലൂന അലൻ നബി, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ഇങ്ങനെ വർഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ, അല്ലാഹുവും അവൻ്റെ മലക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഹബീബായ മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്ത് വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം മുതൽ എല്ലാ മലക്കുകളും, അസ്റായീൽ അലൈഹിസ്സലാം ആണെങ്കിലും, ഇസ്റാഫീൽ അലൈഹിസ്സലാം ആണെങ്കിലും, മുൻകർ അലൈഹിസ്സലാം, നഖീർ അലൈഹിസ്സലാം, റഖീബ് അലൈഹിസ്സലാം, അതീദ് അലൈഹിസ്സലാം, മാലിക് റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാം, എല്ലാ മാലാകമാരും അവിടുത്തെ ഗോത്രങ്ങളാകുന്ന കോടാനക്കോടി മലക്കുകൾ അവരുടെ ഇഷ്ടപാനീയം, ഇഷ്ടഭക്ഷണം എന്താണ്? സ്വലാത്താണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ് എന്ത്? മലക്കുകൾ. നമ്മുടെ നന്മയും തിന്മയും എഴുതുന്നത് മലക്കുകളാണ്. നമ്മുടെ പല കാര്യങ്ങളും, റൂഹിൻ്റെ കാര്യങ്ങളും, നമ്മുടെ ഓരോ ശ്വാസത്തിനും നിയന്ത്രിക്കുന്നത് മലക്കാണ്. റൂഹിനെ പിടിക്കുന്നത് മലക്കാണ്. റൂഹ് ഇട്ട് തരുന്നത് മലക്കാണ്. ഓരോ ഗോത്രങ്ങളും നമ്മിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സദാസമയം. നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് രേഖപ്പെടുത്തുന്നത് മലക്കാണ്. അപ്പോൾ ഈ മലക്കുകളോടുള്ള അടുപ്പം എങ്ങനെയായിരിക്കണം? ഈ മലക്കുകൾക്ക് നമ്മളോട് ഇഷ്ടം കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മലക്കുകളുടെ ശ്രദ്ധ കിട്ടണോ? മലക്കുകൾക്ക് നിങ്ങളോട് ഇഷ്ടം കൂടണമെങ്കിൽ അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്ത് ധാരാളം ചെല്ലണം. ഈ ആയത്തിൻ്റെ ബാക്കി പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ. അവിടെ ഓ മുസ്ലിമേ എന്ന്, ഓ സജ്ജനങ്ങളെ എന്നല്ല അള്ളാഹു എടുത്തു പറഞ്ഞത്, ഓ സത്യവിശ്വാസികളെ. അപ്പോൾ
ലോകത്തൊരുപാട് വ്യത്യസ്തമായ ഇതര മുസ്ലിങ്ങളുണ്ട്, പ്രത്യേകതരം മുസ്ലിങ്ങളുണ്ട്. ആ മുസ്ലിങ്ങളിൽ നിന്നും വിശ്വാസിയെയാണ് എടുത്തു പറഞ്ഞത്. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അപ്പോൾ ഹബീബായ മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ അതിനർഹിക്കുന്നവർ വിശ്വാസികളായ നമ്മളാകുന്നു. നമ്മളാണോ അല്ലേ എന്ന് വിചിന്തനം നടത്തേണ്ട സമയം അടുത്തിരിക്കുന്നു. സ്വലാത്തുകൾ നടന്നും ഇരുന്നും കിടന്നുമൊക്കെ ചെല്ലാം, അതുപോരാ. സ്വലാത്ത് എങ്ങനെ ചൊല്ലിയാലും കൂലി കിട്ടുമെങ്കിലും ആ കൂലിയല്ല നമുക്ക് വേണ്ടത്. അതോടുകൂടി എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ചൊല്ലുന്ന സ്വലാത്തായി മാറണം നമ്മുടെ ജീവിതം. ജോലിയിലും ചെല്ലാം, കിടന്നും ചെല്ലാം, ഇരുന്നും ചെല്ലാം, എങ്ങനെയും ചെല്ലാമെങ്കിൽ അങ്ങനെ എല്ലാം ചൊല്ലിക്കോ. അതോടൊപ്പം ഞാൻ 5 നേരം നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവിലേക്ക് നമ്മുടെ വജ്ഹുകൾ തിരിക്കുമ്പോൾ ആ നിസ്കാരത്തിന് ശേഷം 100 സ്വലാത്ത് ചൊല്ലിക്കോ. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 200 സ്വലാത്ത് ചൊല്ലിക്കോ. ആ സ്വലാത്തിന് വലിയ പവറാണ്. ചോദിച്ചാൽ ഉത്തരം കിട്ടും. പക്ഷേ ഈ സ്വലാത്തിൻ്റെ ദൈർഘ്യം അല്ലെങ്കിൽ പഴക്കം കുറച്ച് കൂടണമെന്ന് മാത്രം. കുറഞ്ഞത് 40 ദിവസം മുടങ്ങാതെ നിങ്ങൾ 5 നേരത്തെ നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരാനന്തരം 100 സ്വലാത്ത് ആര് വിളിച്ചാലും എങ്ങോട്ടും പോകാതെ എഴുന്നേറ്റ് പോകാതെ, പറഞ്ഞാൽ എഴുന്നേറ്റ് പോകണ്ട എന്നല്ല അതിനർത്ഥം. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് അതോടുകൂടി 100 സ്വലാത്ത് നിങ്ങൾ കണക്ക് വെച്ചങ്ങോട്ട് ചൊല്ലി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഫലമുണ്ടാകും. വിഷയത്തിലേക്ക് കടന്നു വരാം. നമ്മൾ സ്വലാത്തിനെ മുറുക്കി പിടിക്കുകയും മുത്തുനബി തങ്ങളുടെ ഇത്തിബാഴുകളെ, ഞാനിത് ചെയ്യുന്നത്, ഞാൻ വലതു കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നതും ബിസ്മി ചൊല്ലുന്നതും വലതിനെ മുന്തിക്കുന്നതും ചിലയിടങ്ങളിൽ ഇടതിനെ മുന്തിക്കുന്നതും അൽഹംദു പറയുന്നതും അതുപോലെ തന്നെ ഒരുപാട് അദ്കാറുകൾ പറയുന്നതുമെല്ലാം ഞാൻ എൻ്റെ മുത്തുനബി തങ്ങളെ പിൻപറ്റുകയാണ് എന്ന ഒരു നിയ്യത്തോടു കൂടിയുള്ളൊരു ജീവിതമാണെങ്കിൽ തീർച്ചയായും അത് മുത്തുനബി തങ്ങളെ വഴിയിൽ കൂടി സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ചവർക്ക് മലക്കുകളുടെ സ്നേഹമുണ്ട്, മലക്കുകളുടെ സഹായമുണ്ട്. അത് മരണാനന്തര സമയത്തും ഉണ്ടാകും, ഖബറിലുമുണ്ടാകും, മഹ്ശറയിലുമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അഹ്ലുസുഫയിലൂടെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അറിവുകൾ കിട്ടുന്നത്. അഹ്ലുസുഫയിലൂടെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സന്തോഷങ്ങൾ കിട്ടുന്നത്. എന്തുകൊണ്ട്? നിങ്ങൾ മദീനയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെക്കൊണ്ട് ഇങ്ങനെ അള്ളാഹു പറയിപ്പിക്കുന്നു, അള്ളാഹു ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എന്നെക്കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുക, മുത്തുനബിയിലേക്ക് അടുക്കുക. ധാരാളം നന്മകൾ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് ജീവിതം മാറണം. ക്ഷമയുള്ളവരാകണം, ദേഷ്യമില്ലാത്തവരായി മാറണം, സബറുള്ളവരായി മാറണം, അള്ളാഹുവിൻ്റെ ഖദർ ഖലായിൽ വിശ്വസിക്കുന്നവരായി മാറണം. ആര് നമ്മളെ കുറ്റം പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവേണ്ടതില്ല. കാരണം അള്ളാഹു എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടല്ലേ അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ നമ്മൾ വേദനിപ്പിച്ചാൽ അള്ളാഹുവിനെ വേദനിപ്പിക്കുന്നത് പോലെയല്ലേ ചില പരീക്ഷണങ്ങൾ നമ്മളെ ഉമ്മയിലൂടെയും ഭർത്താവിലൂടെയും മക്കളിലൂടെയും ഒക്കെ നമ്മളിലേക്ക് നേരിടാം. അപ്പോഴൊക്കെ ചിന്തിക്കണം, പടച്ചോനെ നീ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചതായിരിക്കാം അള്ളാഹുവേ എന്ന നീയത്തോടുകൂടി പലരോടുമുള്ള വെറുപ്പുകളെല്ലാം മാറ്റി നാളെ നമ്മളുടെ ഖബറിലേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റബീഉൽ അവ്വൽ 1 വീട് വൃത്തിയാക്കി, മനസ്സ് വൃത്തിയാക്കി, മുടങ്ങാതെ മങ്കൂസ് മൗലിദ് പൂർണ്ണമായി ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആദ്യത്തെ ഒരു ഹദീസെങ്കിലും ഓതി അതിൻ്റെ ബൈത്ത് ചൊല്ലി, കഴിയുമെങ്കിൽ 2ാമത്തെ ഹദീസ് ഓതി അതിൻ്റെ ബൈത്ത് ചൊല്ലി, ഓരോ ബുർദയുടെയും ഓരോ ഫസലും ചൊല്ലാൻ കഴിയുമെങ്കിൽ അതും ചൊല്ലി, നിങ്ങൾക്ക് അറിയുന്ന സ്വലാത്ത് 33 തവണ വീതം ചൊല്ലി, അതുപോലെ തന്നെ കുറച്ച് ദിക്റും ചൊല്ലി, ഇസ്തിഗ്ഫാറും ചൊല്ലി, 2 കരങ്ങളും നീട്ടി ആത്മാർത്ഥമായി നിങ്ങൾക്ക് ദുആ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ മുത്തുനബി തങ്ങളുടെ മാസത്തിൽ നിങ്ങൾ മലക്കുകളെ തൃപ്തിപ്പെടുത്തിയതിന് തുല്യമാണ്. ഇത് തന്നെ മതി ധാരാളം. അതിന് പുറമെ മഹല്ലിൽ മജ്ലിസുകളുണ്ടെങ്കിൽ പോകണം, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും നടത്തണം. അതൊക്കെ പിന്നത്തെ കാര്യമാണ്. വീട്ടിലെ മൗലിദ് നടത്താൻ പറ്റുമെങ്കിൽ ഉസ്താദുമാരെ കൊണ്ടുവന്ന് നടത്തിയാൽ മാത്രം പോരാ. അവർക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും മുത്തുനബി തങ്ങളുടെ തിരുസാന്നിധ്യത്തിന് തുല്യമാണ്. വെറുതെ അല്ല, അവർക്ക് എന്തെങ്കിലും സ്വതക്ക, അവർക്ക് എന്തെങ്കിലും ഹദിയയും കൊടുക്കണം. ഫ്രീ ആയിട്ടുള്ള മജ്ലിസ് അല്ല. ഉസ്താദുമാർ, പാവപ്പെട്ട ഒരു ഉസ്താദുമാർ അവർക്ക് എന്തെങ്കിലും ഹദിയ കൊടുത്തുകൊണ്ടായിരിക്കണം.
നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മജ്‌ലിസുകൾ നടത്തേണ്ടത് വർഷത്തിൽ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ കഴിയണം. അങ്ങനെയൊന്നും സാഹചര്യമില്ലാത്തവർക്ക് വേണ്ടിയാണല്ലോ പരിശുദ്ധ മദീന മുനവ്വറയിൽ പലർക്ക് വേണ്ടിയും ചെയ്യുന്നത്. ചിലർ പ്രവാസികളുണ്ടാവും, അവർക്കൊന്നും വീട്ടിൽ മജ്‌ലിസ് നടത്താൻ പറ്റാതെ വരുമ്പോൾ അവർ മദീനയിലേക്ക് വേണ്ടത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ മദീന മുനവ്വറയിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് നല്ല കാര്യം എല്ലാ മാസവും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാ മാസവും റബീഉൽ അവ്വൽ തന്നെയാണ്. അൽഹംദുലില്ലാഹ്, എല്ലാം കഴിഞ്ഞ റബീഉൽ അവ്വലിലൊക്കെ ധാരാളം മധുരങ്ങൾ വിതരണം ചെയ്തു. പ്രത്യേകം പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി സമയങ്ങൾ കുറച്ചും കൂടി നമ്മൾ കണ്ടെത്തി. പിന്നെ റമളാൻ മാസത്തിൽ പ്രത്യേകിച്ചും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എല്ലാത്തിനും വലിയ ശ്രേഷ്ഠത ഉള്ള സ്ഥലമാണ് മക്കയും മദീനയും. നമുക്കിവിടെ മദീനത്ത് മാത്രമല്ലേ ചെയ്യാൻ കഴിയുകയുള്ളൂ. നമ്മൾ മദീന നിവാസികളായതുകൊണ്ട് നമ്മൾ മദീനയിൽ ചെയ്യുന്നു. പ്രത്യേകിച്ച് മുത്തുനബി തങ്ങളുടെ ചാരത്താകുമ്പോൾ മുത്തുനബി തങ്ങളെ പ്രതീക്ഷിച്ച് വരുന്നവരെ കണ്ണീരൊപ്പാനും അവരുടെ കയ്യിലേക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അവിടെ എന്തെല്ലാം സംഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് കുറച്ച് സ്വലാത്തുകൾ ചൊല്ലി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു നമ്മുടെ ഈ ഇരുത്തം ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്‌ലിസാക്കി അള്ളാഹു നമ്മുടെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഹ്ലു സുഫക്കാർ ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും രോഗം മാറാൻ വേണ്ടിയും ഉദ്ദേശങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയും വലിയ വലിയ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടിയുമൊക്കെ ദുആ കൊണ്ടേൽപ്പിച്ച അഹ്ലു ബൈത്ത് അടക്കമുള്ളവർ ഉണ്ട്. അള്ളാഹു അവരുടെ എല്ലാം ഉദ്ദേശങ്ങൾ ഈ മജ്‌ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും ഖുർആൻ വഖഫ് ചെയ്തവരുണ്ട്, പല വിഷമങ്ങൾക്കും പരിഹാരം കിട്ടാൻ വേണ്ടി. പലരുടെയും വിഷമങ്ങൾ കണ്ട് ഖുർആൻ വഖഫ് ചെയ്തോളി പരിശുദ്ധ മദീന മുനവ്വറയിലേക്ക് എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ഏൽപ്പിക്കപ്പെട്ടവരുടെയും അതിന് സബബായവർക്കും എല്ലാം അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നന്മകൾ ചെയ്യുന്നു, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, എന്തെല്ലാം കാര്യങ്ങൾ ഈ പരിശുദ്ധ മദീനയും മനസ്സിൽ കരുതിക്കൊണ്ട് ചെയ്യുന്നവരുണ്ടോ അൽഹംദുലില്ലാഹ്, അവർക്കെല്ലാം ഹുസ്നുൽ ഖാത്തിമ, മരണസമയം എല്ലാ മലക്കുകളുടെയും അകമ്പടിയോടുകൂടി റൂഹിനെ പരിശുദ്ധ മദീന മുനവ്വറയിലേക്ക് ആനയിക്കുന്നവരെ കൂട്ടത്തിൽ അഹ്ലു സുഫക്കാരെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്ലു സുഫയിൽ അംഗമായ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ, റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. എല്ലാ അതോടുകൂടി ഇൻഷാ അല്ലാഹ് ചൊല്ലുന്നത് ഏറ്റു ചൊല്ലുക, കുറച്ചേ ചൊല്ലാനുള്ളൂ. എന്നാലും മുത്തുനബി തങ്ങളുടെ ചാരത്തിരുന്നാണ് നിങ്ങളുടെ എല്ലാം പ്രതിനിധിയായിട്ട് ഈ വിനീതം ചൊല്ലുന്നത്. ഏറ്റു ചൊല്ലുക, അല്ലാഹു ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وزد وبارك عليه. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد
يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. നമുക്ക് സലാമുകൾ സമർപ്പിക്കാം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
السلام عليك أيها النبي ورحمة الله وبركاته. 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 السلام علينا وعلى عباد الله الصالحين. أدركنا يا رسول الله، انظر حالنا يا حبيب الله، أغثنا يا رسول الله يا رسول الله. ഇത്രയും സമയം അവിടുത്തെ തിരുഹളറത്തിൽ നിന്നുകൊണ്ട് മജ്‌ലിസ് നടത്തിയപ്പോൾ, സ്വലാത്ത് ചൊല്ലിയപ്പോൾ, സലാം പറഞ്ഞപ്പോൾ വിദൂരദിക്കിൽ നിന്നുകൊണ്ട് ഏറ്റു ചൊല്ലുകയും ആമീൻ പറയുന്ന അഹ്ലു സുഫക്കാരെ ഏറ്റെടുക്കണേ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ഞങ്ങളുടെ ദുആകൾക്കെല്ലാം അവിടുത്തെ ആദരവായ ആമീൻ കൊണ്ട് കബൂൽ ചെയ്യണേ യാ റസൂലല്ലാഹ്. അവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടി സമയങ്ങൾ ചെലവഴിക്കുന്ന അഹ്ലുകാരുടെ കൂട്ടായ്മയാണ് അഹ്ലു സുഫ. ഏറ്റെടുക്കണേ യാ റസൂലല്ലാഹ്. അവിടുത്തെ തിരുഹളറത്തിൽ ബാബുൽ ബഖീഇന്റെ ബറക്കത്ത് കൊണ്ട്, ആ പച്ച ഖുബ്ബയുടെ ബറക്കത്ത് കൊണ്ട് ഏറ്റെടുക്കണേ യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജന്നത്തുൽ ബഖീഇന്റെ അഹ്ലുകാരാക്കണേ യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. الحمد لله الحمد لله الحمد لله رب العالمين، حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. رحمن الرحيم يا ملك الجبار يا ملك الملوك يا راج سيدا يا الله. പരിശുദ്ധമാക്കപ്പെട്ട സഫർ മാസത്തിൽ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിൽ അഹ്ലു സുഫക്കാർക്ക് വേണ്ടി നടത്തുന്ന രണ്ടാമത്തെ മജ്‌ലിസാണ് യാ റസൂലല്ലാഹ്. അല്ലാഹുവേ, ആരെല്ലാമാണോ അതിൽ അംഗമായിട്ടുള്ളത് അവർക്ക് വേണ്ടി അല്ലാഹുവേ ഒരു പ്രതിനിധി എന്ന നിലക്ക് മുത്തനബി തങ്ങളുടെ തിരുദർബാറിൽ വന്ന് സലാം പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി പച്ച ഖുബ്ബ നോക്കി ദുആ ചെയ്തു. ഓരോ കാര്യങ്ങളും വ്യത്യസ്തമായ സ്ഥലത്തു നിന്നുകൊണ്ടാണ് ദുആ ചെയ്തത്, നസീഹ നടത്തിയത്. അല്ലാഹുവേ, പരിശുദ്ധ മദീനയുടെ ഓരോ കോണുകളിൽ നിന്നും ഞങ്ങൾ ദുആ ചെയ്യുന്നത് മുത്തനബി തങ്ങളെ കാണുന്നുണ്ടെന്നുള്ള സന്തോഷത്തിലാണ് റഹ്മാൻ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം റബീഉൽ അവ്വൽ പ്രഖ്യാപനം വരികയാണ്. പുണ്യവസന്തം വരുമ്പോൾ ഹബീബായ മുത്തുനബി തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനും ധാരാളം മൗലിദുകൾ ചൊല്ലാനുമുള്ള ആവേശത്തിൽ നാവും ഖൽബും ശരീരവും മനസ്സുമെല്ലാം അതിന് ദൃഢമായി ആവേശഭരിതമായി മുന്നേറാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണം റഹ്മാനെ. ഹബീബായ മുത്തുനബി തങ്ങളുടെ പൊരുത്തമുള്ള ജീവിതം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ മഹത്തായ അഹ്ലു സുഫയിലൂടെ മദീനക്കാരനായിട്ടില്ലെങ്കിലും അല്ലാഹുവേ, ഞങ്ങൾക്ക് മദീനയിൽ ഒരുപാട് ഖിദ്മത്ത് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. അതിലൂടെ ഞങ്ങൾക്ക് മദീന കാണാൻ കഴിയുന്നുണ്ടല്ലോ. അതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്ത് അവരിൽ നാളെ സ്വർഗമാക്കാൻ, മദീനയാക്കാൻ, ജന്നത്തുൽ ബഖീആക്കാൻ ഇത് വലിയൊരു സബബാകണം. ഇനിയും ഞങ്ങൾക്ക് മദീനയെ സ്നേഹിച്ച് മദീനയുമായി അടുത്തിരിക്കണം. അങ്ങനെ മുത്തുനബി തങ്ങളുടെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിലേക്കും ഞങ്ങളുടെ മാതാപിതാക്കളിലേക്കും ഞങ്ങളുടെ ഭർത്താക്കന്മാരിലേക്കും ഞങ്ങളുടെ മക്കളിലേക്കും ഞങ്ങളുടെ ഭവനത്തിലേക്കും ഞങ്ങളുടെ വാഹനത്തിലേക്കും മുത്തുനബി തങ്ങളുടെ തിരുനൂറുകൊണ്ട് ഞങ്ങളുടെ ജീവിതം തന്നെ അഹ്ലു സുഫയിലൂടെ പ്രകാശമാകണം. ഇതിലൂടെ മുത്തുനബി തങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ ഞങ്ങളുടെ വീട് നിറയണം. അല്ലാഹുവേ, മുത്തുനബി തങ്ങളുടെ നൂറുകൊണ്ട് ഞങ്ങളുടെ വീടും ചുമരും ഞങ്ങളുടെ അലമാരകളും
മുത്തുനബി തങ്ങളുടെ സമ്മാനങ്ങൾ കൊണ്ട് നിറയണം. അല്ലാഹുവേ, ഇത് വലിയൊരു കവാടമാണ്, ഇത് വലിയൊരു കവാടമാണ്, ഇത് മദീനയിലേക്കുള്ള വഴിയാണ്. അല്ലാഹുവേ, ഈ കൂട്ടായ്മയെയും ഈ പ്രസ്ഥാനത്തെയും അല്ലാഹുവേ, അഹ്ലു സുഫ എന്ന് പറയുന്ന അല്ലാഹുവേ മദീനയിലേക്കുള്ള വഴി അല്ലാഹുവേ, ഇതിൽ ഞങ്ങൾ അംഗമായത് മുതൽ ഞങ്ങൾക്ക് കിട്ടുന്ന ദുആ അത് നേരിട്ടുള്ള ദുആ ആണല്ലോ റബ്ബേ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാക്കണം. ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ഉറക്കിലും ഉണർവിലും ഇബാദത്തിലും സൽക്കർമ്മങ്ങളിലും ഞങ്ങളുടെ ഭർത്താവിലും മാതാവിലും പിതാവിലും മക്കളിലും സമ്പത്തിലും ജോലിയിലും മഈഷത്തിലുമെല്ലാം ഈ മജ്ലിസ് കൊണ്ട് ബറക്കത്ത് നൽകണം റഹ്മാൻ. പടച്ചവനെ, ഈമാൻ നൽകണേ അല്ലാ, വറഅ നൽകണേ അല്ലാ, സൂക്ഷ്മത നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ എത്ര കാലമാണോ ജീവിക്കാൻ അവസരം നൽകുന്നത്, ആ സമയം മുഴുവനും ഗീബത്ത് കൂടാതെ, നമീമത്ത് കൂടാതെ, പരദൂഷണമില്ലാതെ, മറ്റുള്ളവരെക്കുറിച്ച് മോശമായി ചിന്തിക്കാതെ, കിബറും റിയാഉം ഹസദുമില്ലാതെ, നല്ല തഅലീമോടുകൂടി സൂക്ഷ്മതയോടുകൂടി അല്ലാഹുവേ ദഅവത്ത് ചെയ്ത് അല്ലാഹുവേ ഞങ്ങളുടെ ഖബറിലേക്കുള്ളത് ഞങ്ങളുണ്ടാക്കി വെക്കാതെ മറ്റാരും ഉണ്ടാക്കി തരില്ലല്ലോ റബ്ബേ. അല്ലാഹുവേ, ഉണ്ടാക്കാനുള്ളതെല്ലാം കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് നേടിയെടുത്ത് ഞങ്ങൾ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി സദാസമയം മജ്ലിസുകൾ നടത്തിക്കൊണ്ട് ഖുർആനുകൾ ഹദിയ ചെയ്തുകൊണ്ട് മദീനയിൽ വെച്ച് ദുആ ചെയ്തുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്ത് പാവങ്ങൾക്ക് സ്വതക്ക നൽകിക്കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ഖബറിലേക്ക് കുത്തൊഴുക്കനെ ഒരുപാട് നല്ല നല്ല അമാലുകൾ ലഭിക്കുന്ന കൂട്ടത്തിൽ റബ്ബേ അഹ്ലു സുഫക്കാരെ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളൊന്നും ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയോ മുത്തുനബിക്ക് വേണ്ടിയോ മദീനയ്ക്ക് വേണ്ടിയോ ഞങ്ങൾ മാറ്റിവെച്ചിട്ടില്ല. ചെറിയ എന്തൊക്കെയോ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളാണ് പലർക്കും നേടിക്കഴിഞ്ഞു. അൽഹംദുലില്ലാ, മുത്തുനബിയിൽ നിന്നുള്ള സമ്മാനങ്ങൾ എത്രയാണ്. സ്നേഹപ്രപഞ്ചത്തിലൂടെ ആശുപത്രികൾക്ക് വലിയ വലിയ മദ്ഹ് റസൂലിൻ്റെ സമ്മാനങ്ങളാണ്. അല്ലാഹുവേ, അതിനൊന്നും വിലമതിക്കാനാവാത്ത മൂല്യമാണ്. ഇത് മുത്തുനബി തങ്ങൾ തന്ന സമ്മാനം തന്നെയാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ. അല്ലാഹുവേ, മുത്തുനബിയുമായി ബന്ധപ്പെട്ട എന്ത് സമ്മാനം കിട്ടിയാലും ഇതിലൂടെ അഹ്ലു സുഫക്കാർക്ക് കിട്ടിയാലും അത് മുത്തുനബി തങ്ങൾ ഞങ്ങൾക്ക് തന്ന സ്നേഹ സമ്മാനമാണെന്ന നിയ്യത്തോടുകൂടി ഞങ്ങൾക്കത് ആദരവോടെ സൂക്ഷിക്കാനും മലക്കുകൾ വന്ന് കാണുമ്പോൾ പുറത്ത് നോക്കിയാലും മുത്തുനബി തങ്ങൾ തന്ന സ്നേഹ സമ്മാനങ്ങളാണെന്ന് കരുതി മനസ്സ് നിറയെ ഇഷ്ക് നിറയ്ക്കാൻ ഇതിലൂടെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണം റഹ്മാനെ, നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, ലക്ഷങ്ങൾ കോടികൾ കൊടുത്താലും ഇതുവരിൽ അത്രയും മനോഹരമായ മജ്ലിസിലാണ് ഞങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത്. ഈമാൻ വർദ്ധിക്കാൻ, തഖ്വ വർദ്ധിക്കാൻ, ഓർമ്മശക്തി വർദ്ധിക്കാൻ, പരിശുദ്ധ ഖുർആനുമായി എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കാൻ ഈ മജ്ലിസ് വലിയ സബബാക്കണേ അല്ലാ. ഞങ്ങൾക്ക് മദീനയിൽ വന്ന് 10 ദിവസമല്ല, ഒരു മാസമെങ്കിലും കുറഞ്ഞത് നിൽക്കാനുള്ള ഒരു പെർമിഷൻ അവിടുന്ന് തരണേ യാ ഹബീബല്ലാ. അതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾക്ക് നൽകണം യാ ഹബീബല്ലാ. മദീനയെക്കുറിച്ച് അറിയാനും പഠിക്കാനും മദീന നിവാസിയായി ജീവിച്ച് അവസാനം മദീന നിവാസിയായി മരിക്കുന്നവരെ കൂട്ടത്തിൽ അഹ്ലു സുഫക്കാരെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഈ മജ്ലിസ് കേട്ട് ആമീൻ പറയുന്നവരിൽ ഹബീബായ മുത്തുനബി തങ്ങളുടെ പേരമക്കളുണ്ട് യാ റസൂലല്ലാ. അവരെയും പരിഗണിക്കണേ യാ ഹബീബല്ലാ. ഈ വിനീതൻ ഒന്നും പ്രതീക്ഷിച്ചല്ല യാ റസൂലല്ലാ. അവിടുത്തെ പുഞ്ചിരിയുള്ള ഒരു നോട്ടം കണ്ട് അവിടുത്തെ ഖാദിമായി സിദ്ദീഖ് തങ്ങളെപ്പോലെ അല്ലെങ്കിലും, അബൂ ഹുറൈറ തങ്ങളെപ്പോലെ അല്ലെങ്കിലും, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെ അല്ലെങ്കിലും, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അല്ലെങ്കിലും, ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെ അല്ലെങ്കിലും, കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെ അല്ലെങ്കിലും, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ പോലെ അല്ലെങ്കിലും, ഖദീജ ഉമ്മയെ പോലെ അല്ലെങ്കിലും, ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയെ പോലെ അല്ലെങ്കിലും, അല്ലാഹുവേ, ഞങ്ങൾക്ക് ചെറിയ രൂപത്തിൽ ഖിദ്മയെടുക്കാൻ ഇങ്ങനെ ഒരവസരം നൽകി മദീനക്കാരനായി നാളെ സ്വർഗത്തിൽ വിളിക്കപ്പെടുന്ന കൂട്ടത്തിൽ പെടണമെന്ന ആഗ്രഹത്തിലാണ് ഞങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത്. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഒരു സംഘം അഹ്ലു സുഫക്കാരെന്ന പേരിലറിയപ്പെടുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ, സദാത്യങ്ങളുണ്ട്, മറ്റു രാജ്യങ്ങളിലുള്ളവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. വളരെ വിരലിലെണ്ണാകുന്ന 30-ലധികം വരുന്ന ആളുകളാണ്, ഇനിയും കൂടി വരും യാ റസൂലല്ലാ. മദീനയിലെ അവിടുത്തെ ആശ്രയിച്ചു കഴിയുന്ന പാവങ്ങളെ കണ്ണീരൊപ്പാൻ, അവരുടെ ഒരു നേരത്തേക്ക് ഞങ്ങളൊരു അംഗമാകാൻ, അതുപോലെ നബി തങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലേക്കെല്ലാം ചെന്നെത്താനും തൗഫീഖ് നൽകണം റഹ്മാനെ. മുത്തുനബി തങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ അഹ്ലു സുഫക്കാർക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. യാ റസൂലല്ലാ, ഒരു മാസവും മുടങ്ങാതെ ഇതുപോലെ മജ്ലിസ് നടത്തി ഓരോ അംഗങ്ങളുടെ ഹൃദയത്തിലേക്കും മദീന എന്ന പച്ചപ്പൂ വിരിയണം യാ റസൂലല്ലാ. ഇനി വരാനിരിക്കുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു ദിവസം ഞങ്ങൾക്ക് ഇതുപോലെ മൗലിദുകൾ ചൊല്ലി, ബുർദയുടെ ചില വരികളൊക്കെ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി ഞങ്ങൾക്ക് മുത്തുനബിയോട് സന്തോഷം പങ്കുവെക്കണം യാ റസൂലല്ലാ, യാ ഹബീബല്ലാ. ഇത്രയും സമയം ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയത് മുത്തുനബി തങ്ങളെ റൗള ഷരീഫ് കണ്ടുകൊണ്ടാണ്. കോടാനക്കോടി ജനങ്ങൾ ഒഴുകി പോകുന്ന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ആകുന്ന മുത്തുനബി തങ്ങളുടെ ബാബു സലാമിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. അവിടെ നിന്ന് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലി. കഴിഞ്ഞ മജ്ലിസുകളും ഇതുപോലെ നടന്നിട്ടുണ്ട്. ബദർ മൗലിദ് ചൊല്ലി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജന്നത്തുൽ ബഖീഇൽ നിന്ന് തുടങ്ങി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് നിന്ന് തുടങ്ങി
മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദറത്തിൽ വന്ന് ഞങ്ങൾ നിൽക്കുന്നതുവരെയും ബദർ മൗലിദ് തുടങ്ങി ബാബുസ്സലാമിലൂടെ കടന്നു പോയപ്പോൾ ബദരീങ്ങളുടെ ഓരോ പേരും ഉച്ചരിച്ചുകൊണ്ട് ഞങ്ങൾ ദുആ ചെയ്ത നിമിഷങ്ങളൊക്കെ ഓർത്തു പോവുകയാണ്. ഇങ്ങനെയുള്ള കൂട്ടായ്മ കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് മദീന ലൈവായി കാണാനും പച്ചക്കുബ്ബ കണ്ടുകൊണ്ട് സ്വലാത്ത് ചൊല്ലാനും ലൈവായി തന്നെ കണ്ടുകൊണ്ട് സ്വലാത്ത് ചൊല്ലാനും അവസരം ലഭിക്കുന്നത് പോലെ നേരിട്ട് വന്നു ഞങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, കഴിഞ്ഞ ദിവസം സുഫയുടെയും ഞങ്ങളുടെ സ്വലാത്തിൻ്റെയും ഒക്കെ നേതൃത്വം വഹിക്കുന്ന സുമയ സുധീർ എന്ന സഹോദരിയും അവിടുത്തെ ഭർത്താവും മാതാവുമെല്ലാം വന്നു പരിശുദ്ധ മദീനയിൽ അങ്ങനെ കൂടി പച്ചക്കൊബ്ബയുടെ ചുവട്ടിൽ വെച്ച് ഞങ്ങൾ മജ്‌ലിസ് നടത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവേ, വെള്ളിയാഴ്ച അവർ യാത്ര പുറപ്പെട്ടു ഖത്തറിലേക്ക്. അല്ലാഹുവേ, അവരുടെ വരവും പോക്കുമെല്ലാം സ്വീകരിക്കണം യാ ഹബീബല്ലാഹ്. മനം കുളിർക്കെ ഇനിയും പച്ചക്കൊബ്ബയുടെ ചുവട്ടിലിരുന്നു കൊണ്ട് ആദരവായ സലാം സമർപ്പിച്ചു സ്വലാത്ത് ധാരാളം ചൊല്ലി മൗലിദുകൾ ചൊല്ലി ഹൃദയം മുത്തുനബിയിലേക്ക് സമർപ്പിക്കാൻ ഞങ്ങൾക്ക് ഇനിയും തൗഫീഖ് നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, കയ്യിലൊന്നും ഉണ്ടായിട്ടല്ല പ്രതിമാസം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അവർ നൽകുന്നത്. അവർക്കെല്ലാം മുത്തുനബിയോടുള്ള സ്നേഹം കൊണ്ടാണ്. കടങ്ങളുള്ളവരാണ് മാസത്തിൽ അവർ തരുന്നത്. ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ്, പ്രതിസന്ധികളുള്ളവരാണ്, രോഗങ്ങളുള്ളവരാണ്, മുസീബത്തുള്ളവരാണ്. എല്ലാ പ്രയാസങ്ങളും എല്ലാ രോഗങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. അഹ്ലുസുഫക്കാർ പ്രതിമാസം തരുന്നവർ അവരുടെ സമ്പത്തിൽ വർധനവ് നൽകണം റഹ്മാനെ. അവർക്കും വലിയ ആഗ്രഹം മരിക്കുന്നതിന് മുമ്പ് നിന്റെ ഇഷ്ടപ്പെട്ടവരിലേക്ക് കൂടുതൽ അവരുടെ സമ്പത്തിൽ നിന്നുള്ളൊരു വിഹിതം ചെലവഴിക്കാൻ. വെറും 10 രൂപ പോലും തരുന്നവരുണ്ട്, 50 രൂപ തരുന്നവരുണ്ട്, അങ്ങനെ വലിയ തുകകളൊക്കെ തരുന്നവരുണ്ട്. തുകകളിലേക്കല്ല ഞങ്ങൾ നോക്കുന്നത്, അവർ തരാൻ കാണിക്കുന്ന മനസ്സിലേക്കാണ് നോക്കുന്നത്. അങ്ങോട്ട് സഹായിക്കൽ നിർബന്ധമുള്ളവരാണ് ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. കൽബ് പിടയുകയാണ്. വേണ്ട എന്ന് പറയാനും കഴിയുന്നില്ല. കാരണം അവരാഗ്രഹിച്ചു തരികയാണ്. പലരോടും വേണ്ട, നിങ്ങൾ തരേണ്ടതില്ലെന്ന് പറഞ്ഞപ്പോൾ അവസരം ഞങ്ങൾക്ക് തടയരുതേ എന്ന് പറഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്ന രൂപത്തിൽ, തളർത്തുന്ന രൂപത്തിലുള്ള സന്തോഷിപ്പിക്കുന്ന പ്രകടനമാണ്, പ്രതികരണമാണ്. അവരുടെ എല്ലാം ഈമാൻ എത്ര വലുതാണ്. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഓരോ പൂർത്തീകരണത്തിന് ശേഷവും ഓരോരുത്തർക്കും കൊടുക്കുന്ന മദീനയിലെ സമ്മാനം അല്ലാഹുവേ അവരുടെ ഹൃദയത്തെ വല്ലാതെ പ്രകാശിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന രംഗങ്ങളാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ധാരാളം നന്മകൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഹറാമായ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഹറാമ കലരുന്ന ബന്ധങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണം റഹ്മാനെ. അറിവില്ലായ്മ കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട്, സന്ദർഭങ്ങൾ കൊണ്ട് വന്നു പോകുന്നവരാണ് റഹ്മാനെ. എത്രയോ കുടുംബങ്ങളാണ് വേദനിക്കുന്നത്. അല്ലാഹുവേ, എല്ലാവരുടെയും ന്യൂനതകളും കുറവുകളും പരിഹരിച്ച് എല്ലാവർക്കും പരസ്പരം സന്തോഷം നീ നൽകണം റഹ്മാനെ. പടച്ചവനെ, എത്രയോ മക്കളെ കൊണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരെ ഒന്ന് ഉപദേശിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. എല്ലാ മുസീബത്തിൽ നിന്നും ഈ മജ്‌ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് കാവൽ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഭർത്താവുണ്ടായിട്ടും മറ്റുള്ളവരിലേക്ക് ആശ്രയിച്ചു പോകുന്ന എത്രയോ സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, ഭർത്താവിൻ്റെ ന്യൂനതകൾ കൊണ്ടുമാകാം, അതെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. പടച്ചവനെ, എന്താണെങ്കിൽ തന്നെ ഈ ദുനിയാവിൽ കുറഞ്ഞ കാലമാണ്. നന്മകൾ എത്ര ചെയ്താലും ഒരു തിന്മയുടെ പേരിൽ നന്മകളെല്ലാം ചോർന്നു പോകുന്നൊരവസ്ഥയാണ്. അല്ലാഹുവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ നീ കരകയറ്റണം റഹ്മാനെ. നോട്ടം കൊണ്ടും ചിന്തകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ദിക്റിലും സ്വലാത്തിലും ഖുർആനിലുമായി കഴിയാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. യാ റസൂലല്ലാഹ്, അവിടുന്ന് പൊരുത്തപ്പെടാത്തൊരു ജീവിതത്തിലേക്ക് ഞങ്ങളെ നീ കൊണ്ടെത്തിക്കരുത് അല്ലാഹ്. യാ റസൂലല്ലാഹ്, അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അവരെ അവിടുത്തെ തർബിയത്ത് കൊണ്ട്, അവിടുത്തെ തിരുനൂറ് കൊണ്ട് എല്ലാ ബന്ധങ്ങളിൽ നിന്നും ഞങ്ങളെ നീ അകറ്റി അല്ലാഹുവേ ഖൈറായ രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ചവന് ക്യാൻസർ രോഗം കൊണ്ടും ട്യൂമർ രോഗം കൊണ്ടും പ്രഷർ കൊണ്ടും ഷുഗർ കൊണ്ടും കൊളസ്ട്രോൾ കൊണ്ടും വാദം കൊണ്ടും അതുപോലെ തന്നെ കൈകാല് വേദന, മുട്ടുവേദന, യാ ഷഫീ യാ കഫീ യാ മുഅഫി യാ അല്ലാഹ്, ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർ അവർ മെഡിസിൻ കഴിക്കുന്നത് നിർബന്ധമാണെങ്കിൽ ആ മെഡിസിൻ ഷിഫാഇൻ്റെ മെഡിസിൻ ആക്കണേ അല്ലാഹ്. മെഡിസിൻ കഴിക്കുന്നത് ശരീരത്തിന് അപകടകരമാണെങ്കിൽ മെഡിസിൻ കൂടാതെ തന്നെ അവരുടെ രോഗങ്ങളെല്ലാം ഷിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ആരെയും ഹോസ്പിറ്റലിൽ കേസിലിട്ട് ഇടങ്ങേറാക്കരുത് അല്ലാഹ്. സമ്പത്തിന് കരണ്ട് തിന്നുന്ന ഒരു രോഗവും ആർക്കും നൽകരുത് റഹ്മാനെ. അവരുടെ മക്കൾക്കോ ഭർത്താവിനോ ഭാര്യയ്ക്കോ മാതാപിതാക്കൾക്കോ വല്യമ്മമാർക്കോ വല്യപ്പമാർക്കോ ആർക്കും നീ നൽകല്ലേ അല്ലാഹ്. പ്രത്യേകിച്ച് അഹ്ലുസുഫയിൽ അംഗമാകുന്നവരെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. എല്ലാവിധ മുസീബത്തിൽ നിന്നും അവരെ നീ കാക്കണേ അല്ലാഹ്.
കൂടുതൽ ഹദിയകൾ സ്വതക്കകൾ മദീനയിലേക്ക് മാറ്റിവെക്കാൻ അവരുടെ സമ്പത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹുവേ. അവരെന്ത് ഉദ്ദേശം കൊണ്ടാണോ അവരുടെ സമ്പത്തിൽ നിന്നും ഒരു വിഹിതം മുത്തുനബി തങ്ങളുടെ നാട്ടിലേക്ക് മുത്തുനബി തങ്ങളുടെ ഹദറത്തിലെ പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്, അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണേ റാഹത്ത് നൽകണം റഹ്മാനെ. അവരെന്തുദ്ദേശം വെച്ചാണോ വെക്കുന്നത് ആ ഉദ്ദേശം ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ റാഹത്തിലാക്കണം റഹ്മാനെ. ഒരുപാട് പേര് ഇന്നത്തെ മജ്ലിസിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, പേര് പറയാതെ നിനക്കറിയാമല്ലോ റഹ്മാനെ, നീ സ്വീകരിക്കണേ നീ കബൂലാക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാവൽ നീ നൽകണം റഹ്മാനെ. പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അഹ്ലു സുഫ എന്ന പേര് തന്നെ ഇതിൽ അംഗമായവർക്കുള്ളതാണല്ലോ. മുത്തുനബിയുടെ നൂറാനിയത്ത് അത്രയും പവറുള്ളതാണല്ലോ. അല്ലാഹുവേ, അവരുടെ ഉദ്ദേശങ്ങളിലേക്ക് നൂറാനിയത്തെത്തി അവരുടെ ജീവിതത്തിൽ ധാരാളം അത്ഭുതങ്ങൾ ആസ്വദിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ചവനെ, അഹ്ലുസുഫക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുണ്യമദീനയിലേക്ക് ഖുർആൻ വഖഫ് ചെയ്യാൻ വേണ്ടി സമയങ്ങൾ കണ്ടെത്തുന്നത്. അല്ലാഹുവേ, അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കണം റഹ്മാനെ. ഖുർആൻ വഖഫ് ചെയ്യാൻ വേണ്ടി ഓരോരുത്തർക്കും പ്രേരണ കൊടുക്കുന്നവർ ഒരു ഖുർആൻ പോലും വെക്കാൻ വകയില്ലാത്തവരാണ്. എന്നാൽ അവരിലൂടെ 5ഉം 6ഉം 10ഉം 15ഉം ഖുർആനാണ് വഖഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ഇതിനകം. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഐശ്വര്യവും ബർക്കത്തും നീ നൽകണം റഹ്മാനെ. പടച്ചവനെ, അഹ്ലുസുഫക്കാരുടെ ഓരോരുത്തരുടെയും പേരെഴുതി ലിസ്റ്റ് ഓരോ മഹത്വമുള്ള സ്ഥലത്തും കൊണ്ടുപോയി അവരുടെ പേര് ആ സ്ഥലത്ത് വെച്ച് ഉച്ചരിച്ചുകൊണ്ട് ദ്വാരക്കുമ്പോൾ ആ പേരിന് നീ വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. പടച്ചവനെ, പരിശുദ്ധ മക്കത്ത് പോകുമ്പോഴും അവർക്ക് വേണ്ടി കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് ദുആ ചെയ്യാൻ ഇതിനെ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ചവനെ, ഈ മജ്ലിസിൽ ഈ അഹ്ലുസുഫയിൽ പങ്കെടുക്കാത്ത ഇനിയും ചിലരുണ്ട്. ഇനി അടുത്ത മാസങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞു വരുന്നവർക്കും മുഹറം മാസത്തിലും സഫർ മാസത്തിലും ദുആ ചെയ്ത് അവർക്കും കൂടി നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. റബീഉൽ അവ്വലിലും റബീഉൽ ആഖിറിലും ഈ അടുത്ത മാസങ്ങളിൽ ഈ അടുത്ത വർഷം വരാനുള്ളവർക്ക് പോലും ഈ മജ്ലിസിൻ്റെ ബറക്കത്തിനെ നീ കാണിച്ചു കൊടുക്കണം റഹ്മാനെ. നീ കാണിച്ചു കൊടുക്കണേ നീ കാണിച്ചു കൊടുക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നീ നൽകണം റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാവൽ നീ നൽകണേ പടച്ചവനെ, കണ്ണീറിൽ നിന്നും ഹസദിൽ നിന്നും എല്ലാവിധ ഷർറിൽ നിന്നും ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. സിഹറിൽ നിന്നും കാവൽ നൽകണേ വീടിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. സമാധാനമില്ലായ്മ മാറ്റണേ ചെയ്യുന്ന ഇബാദത്ത് ഇഖ്ലാസോടുകൂടി സന്തോഷത്തോടുകൂടി ആവേശത്തോടുകൂടി ചെയ്യാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അനുയോജ്യമായ തൊഴിൽ നീ നൽകണേ ഒരുപാട് ഖുർആൻ വഖഫ് ചെയ്തതിൽ ജോലി ലഭിക്കാൻ വേണ്ടിയാണ് സന്തോഷപൂർവ്വം ജോലി ലഭിച്ച സന്തോഷം അറിയിക്കുകയും അവരുടെ ശമ്പളത്തിൽ നിന്നുള്ള ഒരു നല്ലൊരു തുക അഹ്ലുസുഫക്കാരാകുന്ന അവർ പരിശുദ്ധ മദീനയിലെ പാവങ്ങൾക്കെന്ന് പറഞ്ഞ് വലിയ തുകകൾ തന്നവരുമുണ്ട്. അല്ലാഹുവേ, അവരുടെ സമ്പത്തിലും ജോലിയിലുമെല്ലാം നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഓരോ മാസവും തരാമെന്ന് ഏറ്റവരുമുണ്ട് റഹ്മാനെ. പടച്ചവനെ, അല്ലാഹുവേ, അഹ്ലുസുഫയിൽ അംഗമായ മാതാവിൻ്റെ മക്കൾ പോലും പറയാൻ ഞാനും അഹ്ലുസുഫയിലേക്ക് ഒരു വിഹിതം തരാൻ ആഗ്രഹിക്കുന്നു. കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. എനിക്കും വേണം ദുആ എന്ന് പറഞ്ഞ ആ സന്തോഷം വരെ അറിയിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഫീലിംഗാണ്. പടച്ചവനെ, ഞങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദുനിയവിയായ ഒരു ഉദ്ദേശവും ഞങ്ങൾക്കില്ലല്ലോ റഹ്മാനെ. ചെയ്യുന്നതെല്ലാം മുത്തനബിയുടെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ടാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ സമയത്തിൽ ബറക്കത്ത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് റഹ്മാനെ. പടച്ചവനെ, ശമ്പളത്തിനോ കൂലിക്കോ ഇരുന്നല്ല ഖിദ്മത്ത് ചെയ്യുന്നത് മുത്തനബിയുടെ പൊരുത്തമാണ് ഞങ്ങളുടെ ഖിദ്മ. മുത്തനബി തങ്ങളുടെ തിരുനോട്ടമാണ് ഞങ്ങളുടെ ഈ ഖിദ്മ. അല്ലാഹുവേ, മദീന നിവാസിയായി എന്നും നിലനിൽക്കാൻ തൗഫീഖ് നൽകണേ പടച്ചവനെ, ഈ ഇതിന് അല്ലാഹുവേ, ഇഖാമയുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും മാറ്റി ഖിയാമ മരണം വരെയും മദീന നിവാസിയായി റബ്ബേ ഖിദ്മ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണേ പടച്ചവനെ. മദീനയിൽ നിന്നും വിട്ടുകഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്നും എപ്പോഴും ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെയും എപ്പോഴും ഇതുപോലെ ലൈവായിട്ട് പിന്നെ മദീനയിൽ നിന്നും ദുആ ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ ദ്വാരക്കുമ്പോഴും ആയിരക്കണക്കിന് കിളികൾ കുരുവികൾ അവർ ദിക്റ് ചൊല്ലുന്നുണ്ട്. ഞങ്ങളിതാ കേൾക്കുന്നുണ്ട്. ഓരോ മെഷീനുകളും വർക്ക് ചെയ്യുന്നുണ്ട് ദിക്റുകളെ പോലെ. അല്ലാഹുവേ, ഞങ്ങളെ ഓരോ മജ്ലിസുകളിലും കുരുവികൾ ആമീൻ പറയുന്നുണ്ട്, ദിക്റ് ചൊല്ലുന്നുണ്ട്. അല്ലാഹുവേ, മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ പ്രാവുകളും കുരുവികളുമായി ലക്ഷോപലക്ഷം അതിഥികളാണ്. പടച്ചവനെ, ആരൊക്കെയാണ് ഞങ്ങൾക്ക് ചുറ്റിനുമുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഒരുപാട് നന്മകൾ ഇരുന്നുകൊണ്ട് ചെയ്യുന്നു. നീ സ്വീകരിക്കണേ നീ സ്വീകരിക്കണേ പടച്ചവനെ, ഞങ്ങളെ ഗീബത്തും നമീമത്തും ദുന്യവിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അനാവശ്യം സംസാരിക്കുന്ന വീട്ടിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ദുആ ചെയ്താൽ സ്വീകരിക്കുമോ എന്ന ഭയത്തിന് പരിഹാരമാണ്. ഒരു ന്യൂനതകളുമില്ലാതെ ഒരുപാട് ഖൈറാത്തുകൾ ചെയ്യുന്ന ലോകത്തിൽ വെച്ച് ഏറ്റവും മനോഹരമായ 2 സ്ഥലങ്ങളാണ് പരിശുദ്ധ മക്കയും മദീനയും. അതിൽ മദീനയിൽ കോടാനക്കോടി സ്വലാത്തുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന
ഖുർആൻ വഹിയായി ഇറക്കപ്പെട്ട, അതുപോലെ തന്നെ മുത്തുനബി തങ്ങൾ 10 വർഷത്തോളം പ്രബോധനം നൽകിയ പരിശുദ്ധ മദീന, അത് മുത്തുനബി തങ്ങൾ അന്തിയുറങ്ങുന്ന പരിശുദ്ധമാക്കപ്പെട്ട മുത്തുനബി തങ്ങളുടെ പരിശുദ്ധ മദീന മുനവ്വറയുടെ ചാരത്തിരുന്നു കൊണ്ടല്ലേ ഞങ്ങൾ ദുആ ചെയ്യുന്നത്. സ്വീകരിക്കണം റഹ്മാനെ, ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ വിനീതൻ ഇവിടെ വന്ന് മജ്‌ലിസ് നടത്താൻ ഒരുപാട് തടസ്സങ്ങൾ തലങ്ങും വിലകും വന്നിട്ടും ഒരു പരിധിവരെയും മുടങ്ങാതെ മജ്‌ലിസുകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. വലിയ പ്രതിസന്ധികൾ വന്നപ്പോഴും ഞങ്ങൾ ഒരു പരിധിവരെ മാറി നിന്നെങ്കിലും മജ്‌ലിസ് നടത്താൻ അവസരമൊരുക്കി തന്ന യാ റസൂലല്ലാഹ്. അവിടുന്ന് ഞങ്ങളെ പ്രതീക്ഷിക്കുന്നത് കൊണ്ടല്ലേ മലക്കുകളെ കൊണ്ട് ഞങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിയത്. ഇവിടുത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു നന്മയും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ലോക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് ഞങ്ങൾക്ക് ചുറ്റുമുള്ളത്. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ അവസരം ഒരുക്കിത്തന്ന യാ സയ്യിദനാ യാ റസൂലല്ലാഹ്, ഞങ്ങളെയും ഞങ്ങളതിൽ സുഫക്കാരെയും പരിഗണിക്കണം യാ ഹബീബല്ലാഹ്. ഇനിയും ഒരുപാട് സമയങ്ങൾ ഇതുപോലെ ചെലവഴിക്കാൻ തൗഫീഖ് നൽകണേ യാ റസൂലല്ലാഹ്. എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന ആരെങ്കിലും മുഹറം മാസത്തിലെ 1ാമത്തെ മജ്‌ലിസ് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഒഴിവുള്ളത് ആ മജ്‌ലിസ് പരിപൂർണമായി കേൾക്കാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ ഈ മജ്‌ലിസും പരിപൂർണമായി തന്നെ കേട്ടു എന്ന് ഉറപ്പ് വരുത്തണം. ഇനി അടുത്ത മജ്‌ലിസുകൾ വരാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് ഒഴിവുള്ളത് ആ സമയത്ത് നിങ്ങൾ പരിപൂർണമായി ഒരേ ഇരുത്തത്തിൽ തന്നെ മറ്റു ശ്രദ്ധകളിൽ നിന്നെല്ലാം വിട്ടു നിന്നുകൊണ്ട് കേൾക്കണം. കാരണം ഇത് പൊതുവായ മജ്‌ലിസല്ല, ആയിരങ്ങളും പതിനായിരങ്ങളും പങ്കെടുക്കുന്ന മജ്‌ലിസല്ല. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നത് അഹ്ലു സുഫക്കാർ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇത്രയും എഫേർട്ട് എടുത്തുകൊണ്ട് മജ്‌ലിസ് നടത്തുമ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യമുള്ളത് അപ്പോഴെല്ലാം കേൾക്കണം. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവർ അന്വേഷിക്കും. നിങ്ങൾ പരിപൂർണമായി മജ്‌ലിസ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മജ്‌ലിസ് കേട്ടു എന്ന വിവരം നിങ്ങളെ നിയന്ത്രിക്കുന്നവർക്ക് അറിയിക്കണം. ഇതെല്ലാം വലിയ ഉത്തരവാദിത്തമാണ്. ഇതൊരു ചടങ്ങിന് വേണ്ടി നടത്തുന്നതല്ല. എല്ലാ മജ്‌ലിസിലും നിർബന്ധമായി പങ്കെടുക്കണം. കാരണം മദീനയെ സ്നേഹിക്കുന്നു. മദീനയോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ അഹ്ലു സുഫയിൽ അംഗമായത്. അഹ്ലു സുഫ എന്ന പേര് തന്നെ വരാൻ ഇങ്ങനെ ഇടാനുള്ള കാരണം മുത്തുനബിയെ അങ്ങേയറ്റം സ്നേഹിച്ച് എപ്പോഴും മുത്തുനബി തങ്ങളെ ഇൽമു കേൾക്കണമെന്ന് ആഗ്രഹിച്ച് പാവങ്ങളായ ആളുകൾ, ഒരുപറ്റം ആളുകൾ എന്നും സുബഹിയുടെ സമയത്ത് വരും. അവർ രാത്രി പോകും, ചിലരവിടെ രാപ്പാർക്കുന്നവരുമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി മുത്തുനബി തങ്ങൾ ഒരു സ്ഥലം തന്നെ നിർണയിച്ച് ഒരു കെട്ട് കെട്ടി ആ കെട്ടിൻ്റെ ഉള്ളിലാണ് മുത്തുനബി തങ്ങൾ വരുമ്പോഴെല്ലാം അവർ കാത്തിരിക്കും. ചിലപ്പോൾ പല ഹദീസ് വായനകളും വഹയ്യടക്കം ഇറങ്ങിയ മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ അത്രയും മനോഹരമായ സ്ഥലം മുത്തുനബി തങ്ങൾ വിശേഷിപ്പിച്ചത് അഹ്ലു സുഫ എന്നാണ്. നമ്മളും ആ കെട്ടിൻ്റെ ഉള്ളിൽ പെടണം. യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് അഹ്ലു സുഫ എന്ന പേരിൽ മുത്തുനബിയോടൊപ്പം ചേരണം. പരിശുദ്ധ റൗള ഷരീഫ് മബൈന ബൈതി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. ആ റൗള ഷരീഫിലേക്ക് കടന്നങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഇടതുഭാഗത്ത് ഒരല്പം കെട്ടിപ്പൊക്കി വെച്ചുകൊണ്ട് ഗോൾഡ് ഗ്രില്ല് ചുറ്റിനും ഇട്ടുകൊണ്ട് ആരെയും അങ്ങോട്ട് ഇപ്പോൾ പ്രവേശിപ്പിക്കാത്ത മനോഹരമായ സ്ഥലമാണ് അഹ്ലു സുഫ. നമുക്കൊരു തവണയെങ്കിലും കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുത്ത ആമീൻ പറയുന്നവരുടെ മാതാപിതാക്കൾ പലരും രോഗികളാണ്. ഈ മജ്‌ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇശ്ഫി അംറാദനായ ഷാഫിയൽ അംറാദ്, എല്ലാവിധ ശർറിൽ നിന്നും സിഹറിൽ നിന്നും കാവൽ നൽകി രോഗം പരിപൂർണമായും ഷിഫയാക്കണം റഹ്മാനെ. നീ ഷിഫയാക്കണേ അല്ലാഹ്, നീ ഷിഫയാക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷം നീ എത്തിക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഖൽബിൽ നീ ഈമാൻ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ നേരം പോക്കുകളാകുന്ന ബന്ധങ്ങളെ തൊട്ടും സമയങ്ങളെ തൊട്ടും നീ കാവൽ നൽകണേ അല്ലാഹ്. അള്ളാഹുവിന് വേണ്ടി ഖൈർ ചെയ്യാനും അള്ളാഹുവിന് വേണ്ടി ഷെറിൽ നിന്നും മാറി നിൽക്കാനും അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖൈറിൻ്റെ വിചാരക്കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അവസാനം ഹുസ്നുൽ ഖാത്തിമ ഈമാനോടുകൂടി കലിമ ചൊല്ലി സന്തോഷത്തോടെ മുത്തുനബിയുടെ പുഞ്ചിരിയുള്ള മുഖം കണ്ട് സ്വർഗം കണ്ട് മരിക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഈമാനോടുകൂടിയുള്ള മരണം നൽകി ജന്നത്തുൽ ബഖീഇൻ്റെ അഹ്ലുകാരാക്കി ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.
وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.